ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ക്യാൻബർ മല്ലു ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്ന് ഇൻട്രോ പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ, കാരണം ഇപ്പോൾ സമയം 6:45 ഉള്ളൂ. ജോ ഉറക്കമാണ്. അതുപോലെ ഇച്ചായൻ നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇച്ചായൻ വരുമ്പം ഏകദേശം 8 മണിയാകാറാവും. 8 മണി കഴിയൂട്ടോ വരുമ്പോൾ. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സൺഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് പള്ളിയിൽ പോകണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ വിചാരിച്ചു രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് പോവാം. പിന്നെ പോയിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ജോലിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൂരിയും പൊട്ടാറ്റോ കറിയുമാണ്. കറിയല്ല, പൊട്ടാറ്റോ മസാല കേട്ടോ. പൂരിയും പൊട്ടാറ്റോ മസാലയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. പിന്നെ എനിക്ക് ഇന്നലെയും ഇന്നും നാളെയൊക്കെ അവധിയാണ്. എനിക്കിനിയും ഡ്യൂട്ടി ട്യൂസ്ഡേ ഉള്ളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വാഷ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇത് ബോയിൽ ചെയ്യാൻ വേണ്ടി ഇടാം. ഓക്കെ. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ വിസിലടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പൂരിക്കുള്ള ഗോതമ്പ് പൊടി കുഴയ്ക്കാം. കുറച്ച് മതി. ഇത്ര മതി കേട്ടോ പൊടി നമുക്ക്. ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. അപ്പം ഞാൻ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കുഴയ്ക്കുന്നത് ഇതിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഞാൻ കൈവച്ചല്ല കുഴയ്ക്കുന്നത്. അപ്പം നമുക്ക് ബീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബീറ്റർ മേടിക്കത്തില്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കത് ഈ ഒരു ഡൗ മിക്സറിൻ്റെ ഹുക്ക് കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കും ഇടിയപ്പത്തിനും ഒക്കെ കുഴയ്ക്കാൻ പറ്റും. ഞാൻ ഇതും വെച്ച് ചെയ്യുന്നത് എളുപ്പത്തിൽ നമുക്ക് കുഴച്ച് കിട്ടും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞാൽ നമ്മുടെ മാവ് റെഡിയായി കേട്ടോ. നമുക്കിതൊരു 10 മിനിറ്റ് മൂടി വെക്കാം. എന്നിട്ട് നമുക്ക് പൂരി പരത്താം. ഓക്കെ. അപ്പം നമുക്ക് പൊട്ടാറ്റോ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഈ സവാളേൻ്റെ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് പൊട്ടാറ്റോ അല്ലേ ഉള്ളൂ. അപ്പം ഞാൻ നമ്മുടെ സവാളയും അതുപോലെ പച്ചമുളകും കൂടി ഇട്ടത് ഇതിനകത്ത് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അതെ, നല്ലപോലെ നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പച്ചമുളക് സവാളയും. ഓക്കെ. അപ്പം നമ്മുടെ ഇച്ചായൻ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നൈറ്റ് ഡ്യൂട്ടി? തിരക്കുണ്ടായിരുന്നോ? ഇനിയിപ്പോൾ ഇച്ചായൻ ഇന്നലെ തൊട്ട് തുടങ്ങിയതേ ഉള്ളൂ അല്ലേ? ഇനി 3 ദിവസം കൂടി നൈറ്റ് ഉണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ജോ എഴുന്നേറ്റ് കേട്ടോ. അതിനിടയ്ക്ക് കിടക്കണോ? ജോ അവിടുത്തെ ഉറക്കം മതിയാക്കിയിട്ട് നീ ബാക്കി ഇവിടെ വന്ന് ഉറങ്ങാൻ പോവല്ലേ ജോ? ആണോ? ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പൂരിയെല്ലാം ഞാൻ പരത്തി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി മസാല ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കടലമാവ് ഒരു ചെറിയ ബൗളിലെടുത്ത് അതിലേക്ക് കുറച്ച് വാട്ടറും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ഡയലൂട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ പാൻ എടുത്ത് ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കിന് നമ്മുടെ കരിവേപ്പില ഇടണം, ഞാനത് മറന്നുപോയി. അപ്പോൾ അതും ഇട്ട് നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സവാളയും പച്ചമുളകും ചേർത്ത് വഴറ്റുക. പിന്നെ അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റണം കേട്ടോ. പിന്നെ നേരത്തെ കരിവേപ്പില മറന്നു പോയതുകൊണ്ടാണ് ഇപ്പോഴാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കടലമാവിൻ്റെ ആ ഒരു മിക്സ്ചർ ആഡ് ചെയ്ത് ഒന്ന് ചൂടാക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മുടെ വെന്ത് വന്നിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോ ചേർത്തിട്ട് ഇളക്കുക. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കുറച്ചൊരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കുന്നത്. ആ പൊട്ടറ്റോ വെന്ത വെള്ളം തന്നെ നമുക്ക് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ രീതിക്കനുസരിച്ച് നമുക്ക് നീട്ടിയോ കുറുക്കിയോ ഒക്കെ കറി ഉണ്ടാക്കാം. അങ്ങനെ പൊട്ടറ്റോ മസാല റെഡിയായി. നമുക്കിനി പൂരി ചുടാൻ തുടങ്ങാം. ഇതിലിനിയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട അടിപൊളിയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ വീട്ടിൽ മല്ലിയില തീർന്നു പോയി, അതുകൊണ്ട് ഞാൻ മല്ലിയില ആഡ് ചെയ്തില്ല. അപ്പോൾ നമുക്കിനിയും പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇച്ചാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇത് റെഡി ആയിട്ടുണ്ട്. പൂരി മസാല ആൻഡ് ചായ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇനി വേഗം പോയി റെഡിയായിട്ട് പള്ളിയിൽ പോകണം. ഓക്കെ, അപ്പോൾ ജോ ദേ റെഡിയായി. ജോ രാവിലെ ഓട്സ് ആട്ടോ കഴിച്ചത് അല്ലേ ജോ? ഇനിയിപ്പോൾ മമ്മി വേഗം പോയി റെഡിയായിട്ട് വരാവേ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡിയായി. താമസിക്കാതെ ഞങ്ങൾ വേഗം ഇറങ്ങും കേട്ടോ. ഓക്കെ, ഇനി പള്ളിയിൽ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചർച്ച്. നമ്മളെ വീട്ടിൽ നിന്ന് ഡ്രൈവ് ചെയ്താണെങ്കിൽ നമുക്കൊരു 8 മിനിറ്റ്സ് എടുക്കത്തുള്ളൂ ഇവിടെ എത്താനായിട്ട്. അപ്പോൾ രാവിലെ 9 മണിക്കാണ് കേട്ടോ മാസ്. അങ്ങനെ നമ്മളങ്ങനെ ബ്ലെസ്ഡ് സൺഡേ മാസിന് ശേഷം നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ വണ്ടിക്ക് പെട്രോൾ അടിക്കണമായിരുന്നു. അങ്ങനെ ഞാൻ പെട്രോളൊക്കെ അടിച്ചു. പിന്നെ ചെറിയൊരു ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞു ഗ്രോസറി ഷോപ്പിംഗ്. അങ്ങനെ അതും ചെയ്ത് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തിയ ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഇച്ചായൻ ഉറക്കമാണ് നൈറ്റ് കഴിഞ്ഞോണ്ട്. ജോക്കുട്ടൻ ഇത് ലൈബ്രറി നടത്ത പുതിയ ബുക്കാണോ? ആഹാ, കൊള്ളാലോ. എന്താ ഇൻസെക്ട്സിനെ പറ്റിയുള്ള ബുക്കാ? അപ്പോൾ ജോയ്ക്ക് ഫ്രൈഡേ ലൈബ്രറി ഡേ ആണ് കേട്ടോ. അപ്പോൾ ഫ്രൈഡേ പോയിട്ട് എടുത്തുകൊണ്ട് വന്ന പുതിയ ബുക്കാണിത്. വായിച്ചോ? ഇതില്ലല്ലോ. ബുക്ക് വായിച്ചോ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇനിയും പോയിട്ട് ലഞ്ച് ഞാൻ വിചാരിച്ചു ചെറിയൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് കേട്ടോ. പെട്ടെന്ന് ഒത്തിരി സമയമൊന്നും എടുക്കാതെ പെട്ടെന്നുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് നമുക്കിന്നൊരു ഉച്ചക്കത്തേക്ക് മാത്രം കഴിക്കാനായിട്ട്. ഞാൻ ഇനി അതിൻ്റെ പരിപാടികളൊക്കെ നോക്കാൻ പോവാണ് കേട്ടോ. ഇന്നിപ്പോൾ അത്യാവശ്യം നമുക്ക് വെയിലുള്ളൊരു ദിവസമാണ് കേട്ടോ. തണുപ്പാണ് പുറത്തിറങ്ങുമ്പോൾ, എന്നാലും നമുക്ക് സൂര്യനുണ്ടെന്ന് കേട്ടോ. തെളിഞ്ഞ കാലാവസ്ഥയാണ്. നമ്മുടെ ബാക്ക് യാർഡിലെ കൃഷിയൊക്കെ നമുക്കിപ്പോൾ ഒന്നുമില്ല, തണുപ്പായതുകൊണ്ട്. ഇനിയിപ്പോൾ സ്പ്രിങ് ആകുമ്പോൾ നമുക്ക് എന്നേലൊക്കെ വെച്ച് പിടിപ്പിക്കണം.
എല്ലാം വെറുതെ കിടക്കുവാണ്. നമ്മുടെ ഓറഞ്ച് മാത്രമേ ഇപ്പം നിൽപ്പുള്ളൂ. റോസയുടെ ദേ ഒരു കമ്പ് നിർത്തിയിട്ടുണ്ട്, അതിനി പൊട്ടി കിളുത്തോളും. കണ്ടോ? അപ്പം നമ്മുടെ ബസുമതി അരി ഇവിടെ തിളയ്ക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈഡ് റൈസ് നമ്മൾ തലേദിവസം അരി ഉണ്ടാക്കി വെച്ചിട്ട് അത് ആഡ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നത് പറ്റിയില്ല. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ബോൺലെസ് ചിക്കൻ തൈയാണ്. അപ്പോൾ അത് ഞാൻ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ മുളക് പൊടി, പിന്നെ കുറച്ച് പെപ്പറുണ്ട്, പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കോൺഫ്ലോർ, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സോയ സോസ്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തത്. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു 3 എഗ്ഗ് ഇതുപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വെജിറ്റബിൾസ് ആയിട്ട് ഞാനിപ്പം ക്യാരറ്റ്, ഗ്രീൻ പീസ്, കോൺ, ഫ്രോസൺ വെജിറ്റബിൾസ് ആണ് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് സോയ സോസിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളത് ഈ ഒരു ചെറിയൊരു ഉരുളിക്കകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ കുറച്ച് ഗാർലിക് പേസ്റ്റ് ഇട്ട് പിന്നെ അതിലേക്ക് നമ്മുടെ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസും ചിക്കനും എഗ്ഗും എല്ലാം ഇട്ട് അതിലേക്ക് റൈസും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇതൊരു പെട്ടെന്ന് ഉണ്ടാക്കുന്നൊരു ഫ്രൈഡ് റൈസാണ് കേട്ടോ. ഇതൊരു ടിപ്പിക്കൽ ഒതൻറ്റിക് ചൈനീസ് ഫ്രൈഡ് റൈസ് ഒന്നും അല്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ദേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി അങ്ങോട്ട് കഴിഞ്ഞതും ഇച്ചായൻ ദേ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നു. അങ്ങനെ ഇച്ചായൻ അറിഞ്ഞോ ഉറക്കത്തിൽ? ആണോ? ഓ ജോ സോസ് ഇട്ടങ്ങ് ഇത്രയും കഴിക്കുമോ നീ? സോസ് ഇത്ര ഒഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പം പള്ളിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ചിക്കൻ ഫ്രൈഡ് റൈസ് വെക്കാമെന്ന്. അതുകൊണ്ട് ഞാൻ വരുന്ന വഴിക്ക് എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കാമെന്ന് തോന്നി, പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പള്ളിയിൽ നിന്ന് വരുന്ന വഴിക്ക് ഞങ്ങളിത് മേടിച്ചോണ്ട വന്നത് ചിക്കനൊക്കെ. എങ്ങനെയുണ്ട് ജോക്കുട്ടാ? ഇഷ്ടപ്പെട്ടോ? എരിവൊന്നും ഇല്ലല്ലോ കൂടുതൽ? ഓക്കെ, അടിപൊളി. ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാതെ കിട്ടുമ്പോൾ സൂപ്പർ അല്ലേ? Okay. Jesus was always merciful to the people who were struggling hard in their life. Jesus healed so many who were sick and suffering, consoled people who were in great difficulties. Jesus had a special love and affection towards children. അപ്പോൾ എല്ലാ സൺഡേസിലും ഇതുപോലെ ഉച്ച കഴിഞ്ഞ് കുറച്ച് സമയം ഇതുപോലെ ഞാൻ കുറച്ച് ബൈബിളിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അത് അവനും കുറേ സ്റ്റോറീസൊക്കെ കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഹലോ, അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്തു. അതിനുശേഷം ഇപ്പം 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ജിമ്മിലേക്ക് പോവാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് 5 മിനിറ്റുള്ളൂ ഡ്രൈവ് ഈ ഒരു ജിമ്മിലേക്ക്. അപ്പം ഈ ഒരു ലെഷർ സെൻ്ററാണ്, അവിടെ ജിമ്മ്, സ്വിമ്മിംഗ് പൂള് എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ജോ സ്വിമ്മിങ് പഠിക്കുന്നത്. അപ്പോൾ നാട്ടിൽ പോയ ആ ഒരു വെക്കേഷൻ ടൈമിൽ നമ്മൾ ജിമ്മൊന്നും പോയില്ല. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തു. പഴയ ഒരു റൊട്ടീനിലേക്ക് നമ്മൾ തിരിച്ചു വരുവാണ്. അപ്പോൾ നമുക്ക് ജിമ്മിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ദേ ഐറ്റംസൊക്കെ എടുത്തു. ബോട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വാട്ടർ നമുക്ക് അവിടെ ഉണ്ട്, അവിടെ പോയി നമുക്ക് ബോട്ടിൽ ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ ജോ, അമ്മ പോയിട്ട് വരാം കേട്ടോ. ബൈ. അപ്പോൾ എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ജിമ്മിൽ പോകാൻ ശ്രമിക്കാറുണ്ട്. ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാറില്ല, ഒരു 1 hour 45 minutes to 1 hour ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. നമുക്ക് പോവാം.
അപ്പോൾ ഇതാണ് സ്ട്രോംലോ ലെഷർ സെൻറ്റർ. നമ്മുടെ വീട്ടിൽ നിന്നൊരു 5 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പോകാനും വരാനൊക്കെ ഭയങ്കര കൺവീനിയൻ്റ് ആണ്. കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. പിന്നെ ഇത് 24/7 ആക്സസിബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഡ്യൂട്ടിയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് ഏത് സമയത്താണോ നമുക്ക് സൗകര്യം അന്നേരം നമുക്കിവിടെ വരാവുന്നതാണ്. പിന്നെ കൂടാതെ ഇവർക്ക് സ്വിമ്മിംഗ് പൂളുണ്ട്, സ്വിം ലെസൺസ് അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ സ്വിമ്മിങ് അറിയാവുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് പൂൾ യൂസ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ലെഷർ സെൻ്ററാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ കൂടുതലും കാർഡിയോ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ 45 മിനിറ്റ്സിൽ 600 കാലറീസ് ബേൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നമുക്ക് ലെഗിനും ആമിനും ഒക്കെയുള്ള ചെറിയ ചെറിയ വർക്കൗട്ട് അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ജിം സെഷൻ കഴിഞ്ഞു. നമ്മൾ തിരിച്ചിനി വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ സമയം ഏകദേശം 5:30 ആയിട്ടുണ്ട്. അപ്പം പതുക്കെ സന്ധ്യയായി തുടങ്ങി. ഓക്കെ, അപ്പം ഞാൻ ജിമ്മിലൊക്കെ പോയിട്ട് തിരിച്ചത് വീട്ടിലെത്തി. ഇനിയിപ്പോൾ കുളിക്കണം, ജോക്കുട്ടന് കുളിക്കണം അല്ലേ? അത് കഴിഞ്ഞിട്ടിപ്പോൾ നാളെ ജോയ്ക്ക് സ്കൂളുണ്ട്, എനിക്ക് ഡ്യൂട്ടി ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ പതുക്കെ കുളി കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ പോവാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു സൺഡേ വ്ലോഗായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എന്നാ ചെയ്യണം? അപ്പൊ അടുത്ത പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.